ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കണ്ണുനീരവൻ തുടയ്ക്കുമേ കണ്ണുനീരവൻ തുടയ്ക്കുമേ തൻ കോമള കരങ്ങളാൽ തൻ കോമള കരങ്ങളാൽ ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാട്ടുപ്രാക്കൾ സംഗമമൊന്നായി കല്യാണശാലയിൽ പോകും. കാട്ടുപ്രാക്കൾ സംഗമമൊന്നായി കല്യാണശാലയിൽ പോകും. പ്രേമമാല ചാർത്തിടുമെന്നേ പ്രേമമാല ചാർത്തിടുമെന്നേ പ്രിയൻ വന്നിച്ച മാന്യ സദസ്സിൽ പ്രിയൻ വന്നിച്ച മാന്യ സദസ്സിൽ ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് ലേഖനം 2-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇവിടെ 2 കാര്യമാണ്, ഒരു സുപ്രസാദ കാലത്തെക്കുറിച്ചും രക്ഷാദിവസത്തെക്കുറിച്ചും. സുപ്രസാദ കാലം എന്ന് പറയുന്ന ദീർഘമുള്ള കാലമാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവ് വരെയുള്ള കൃപയുടെ കാലം, അതാണ് സുപ്രസാദ കാലം എന്ന് പറയുന്നത്. രക്ഷാദിവസമെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ദിവസത്തെക്കുറിച്ചായി പറയുന്നത്. വചനം കേൾക്കുന്ന സമയം, ആ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു ചെറിയ കാലയളവാണ്. മറ്റേത് ഒരു വലിയ കാലയളവ്. കർത്താവ് 2ാമത് എന്ന് വരും, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ ഈ സഭയെ ഒരുക്കിയെടുക്കുന്ന കാലം, ദൈവസ്നേഹം മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്ന ഒരു കാലം. ആ കാലത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സുപ്രസാദ കാലം. നമ്മളെല്ലാം ഭാഗ്യശാലികളാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമുക്ക് വലിയൊരു പ്രിവിലേജ് ദൈവം തന്നിരിക്കുകയാണ്. പഴയ നിയമകാലത്തുള്ള വിശ്വാസികൾക്കൊന്നും അത് വേണ്ട രീതി കിട്ടിയിട്ടില്ല. ആ കൃപയുടെ കാലം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ വളരെ ചുരുക്കം പേര് മാത്രം ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ദൈവത്തിന് ആവശ്യമുള്ളതുകൊണ്ട് അവരെ വിളിച്ച് വേർതിരിച്ച് അവർ ദൈവത്തിന് വേണ്ടി വേല ചെയ്തു വിശുദ്ധരായി നിന്നു. ശരി തന്നെ. എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. അത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു അന്നത്തെ ആ കാര്യപരിപാടി. എന്നാൽ ഇന്ന് സർവമാന ജനത്തിനു വേണ്ടി, യഹൂദനെന്നോ ക്രിസ്ത്യാനികളെന്നോ ജാതികളെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു നല്ല കാലമാണ് ദൈവം തന്നിരിക്കുന്നത്. സുപ്രസാദ കാലമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അത് ദൈവത്തിൻ്റെ
കൃപ, ദൈവത്തിൻ്റെ സ്നേഹം വ്യാപരിക്കുന്ന ഒരു കാലമാണ്. മനുഷ്യൻ്റെ പാപത്തെ ദൈവം കണക്കിടാത്ത, പാപം ഗൗരവം തന്നെയാണ്, പക്ഷെ പാപത്തെ ദൈവം മറച്ചു പിടിച്ചുകൊണ്ട് മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വരുന്ന ഒരു നല്ല കാലമാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 79-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉയരത്തിൽ നിന്നും ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. പാപികളായ മനുഷ്യർക്ക്, യാതൊരു കാരണവശാലും സ്വർഗത്തിലേക്ക് നോക്കാൻ സാധ്യമല്ലാത്ത മനുഷ്യർക്ക്, പാപത്തിൻ്റെ ബന്ധനം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നവർക്ക്, തലപൊക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവരെ സന്ദർശിക്കുന്നു. ആഴക്കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിലും കടന്നിരുന്ന മനുഷ്യനെ, പ്രത്യാശയ്ക്ക് ഒരു വകയില്ലാത്ത മനുഷ്യനെ, സ്വർഗത്തിൻ്റെ ആർദ്ര സ്നേഹം താഴോട്ട് വന്നവനെ പൊക്കിയെടുക്കുന്നത്. അതാണ് സുപ്രസാദ കാലമെന്ന് പറയുന്നത്. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്ന കാലം എന്നൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയും. അന്ന് ജനത്തോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പെട്ടകത്തിലേക്ക് കടക്കാനാണ് പറയുന്നത്. മാനസാന്തരപ്പെടണമെന്നൊന്നും അവിടെ പറയുന്നില്ല. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ആർക്കും കടന്നു വരാം. ദൈവസ്നേഹം മാടി വിളിക്കുകയാണ് ഓരോ മനുഷ്യരെയും, എൻ്റെ കൃപയിലേക്ക് കടന്നു വരിക, എൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക, എൻ്റെ അനുഗ്രഹത്തിൻ്റെ കുടക്കീഴിലേക്ക് കടന്നു വരിക, സ്വർഗരാജ്യം സൗജന്യമായി നിങ്ങൾ അനുഭവിക്കുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്ന കാലം എന്നൊക്കെ നാം പറയാറുണ്ട്. അതായത് ദൈവസ്നേഹം മാടി വിളിക്കുന്നു. മനുഷ്യൻ്റെ പാപത്തെ ദൈവം കണക്കിടാതെ മറച്ചു പിടിച്ചുകൊണ്ട് മനുഷ്യനെ മാടി വിളിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് കൃപാസനം തുറന്നിരിക്കുന്ന ധൈര്യത്തോടെ ചെല്ലാനാണ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു നമുക്ക് മഹാപുരോഹിതനായിട്ടുള്ളത് കൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുക. നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ നിൽക്കുന്നത് കൊണ്ട്, പിതാവായ ദൈവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത് കൊണ്ട്, ഇടയ്ക്ക് യേശുക്രിസ്തു നിന്നുകൊണ്ട് മനുഷ്യനെ വിളിക്കുക, എൻ്റെ സന്നിധിയിലേക്ക് വരിക, ഞാൻ നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ദൈവസ്നേഹം മാടി വിളിക്കുന്ന ഒരു നല്ല കാലം, ഏത് പാപിക്കും രക്ഷപ്പെടാൻ പറ്റിയ നല്ലൊരു കാലം. സങ്കീർത്തനം 69:13 പറയുന്നു, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു പ്രസാദ കാലത്തെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മൾ വായിച്ചിരിക്കുമ്പോൾ നമ്മൾ കോൾമേർ കൊള്ളും. കാരണം ഇങ്ങനെ നമുക്കറിയാം, വേദപുസ്തക ചരിത്രം നോക്കിയാൽ ഇരുണ്ട കാലഘട്ടമുണ്ട്. ദൈവസ്നേഹം അറിയാത്ത കാലം, ദൈവം മനുഷ്യരോട് ഇടപെടാത്ത കാലം, മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റാത്ത കാലം, വചനമില്ലാത്ത കാലം, ദർശനമില്ലാത്ത കാലം, ഇരുണ്ട കാലങ്ങൾ പഴയ നിയമമൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയുള്ള കൃപയുടെ കാലം, ദൈവം മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു നല്ല കാലമാണ്. ആ കാലഘട്ടത്തിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. ഈ കൃപ ചിലർ വ്യർത്ഥമാക്കി കളയുന്നു, ചിലർ അത് ഉപയോഗിക്കുന്നു. നമുക്കറിയാം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ച കൃപ ഞാൻ വൃഥാവാക്കിയില്ല. അതെന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു കാലമാണ്. അപ്പോസ്തലൻ്റെ കാലത്ത് ജനങ്ങൾ യഹൂദ മതപ്രകാരം ജീവിച്ചു. ദേവാലയവും യാഗവുമായിട്ടൊക്കെ കഴിഞ്ഞൊരു കാലത്ത് അപ്പോസ്തലന് വലിയൊരു മാനസാന്തരം കിട്ടി. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ വൃഥാവാക്കിയില്ല. ഞാൻ എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. എനിക്ക് ഭൂമി ജീവിക്കാൻ അവസരം തന്നു, യൗവനം തന്നു, ബാല്യം ഉണ്ടായിരുന്നു, യൗവനം കഴിഞ്ഞു, മധ്യവയസ്കായി, നല്ലൊരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. വചനം ധാരാളം കേട്ടു, നല്ല പരിജ്ഞാനം ലഭിച്ചു. സ്വർഗത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഒക്കെ നല്ലതായിട്ടുള്ള പരിജ്ഞാനം ലഭിച്ചു. ദൈവകൃപ എന്താണെന്ന് മനസ്സിലായി, പാപം എന്താണെന്ന് മനസ്സിലായി, പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വിപുലമായ രീതിയിൽ 42 കൊല്ലം കൊണ്ട് ഏതാണ്ട് ഞാൻ പഠിച്ചു. ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് ലഭിച്ച കൃപ ഞാനത് ശരിയായി ഉപയോഗിച്ചോ ഇല്ലയോ? ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണമുള്ള ആ ഭാഗ്യപദവി ഞാൻ ഏറ്റെടുത്തോ ഇല്ലയോ? എന്നെ സമർപ്പണം ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വലിയ വാക്യം അപ്പോസ്തലൻ്റെ ഈ വാക്യമാണ്, എനിക്ക് ലഭിച്ച കൃപ ഞാൻ വൃഥാവാക്കിയില്ല. ദയവേത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നു. പല ദൈവങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട്, 10 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന ഭൗതികമായ സമൃദ്ധിയാണോ ഇന്ന് നിങ്ങൾക്കുള്ളത്? ദൈവം എന്താ തരാതിരുന്നിട്ടുള്ളത്? ചോദിച്ചതും ചോദിക്കാത്തതുമായിട്ടെല്ലാം തന്നു. എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. ഒരു നിസ്സാര മനുഷ്യനായിട്ട് ഞാനിവിടെ വന്നതാണ്. എല്ലാ രീതിയിലും ഭൗതികമായും ആത്മീയമായിട്ടും എല്ലാ അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. ഇനി എന്തെങ്കിലും വേണമെന്ന് പറയാൻ എനിക്കിനി ഒന്നും തന്നെ ഇല്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് ആയിരിക്കുന്ന അവസ്ഥയിൽ.
ഞാൻ മുന്നോട്ടോ പുറകോട്ടോ നോക്കുന്നില്ല, മറ്റുള്ളവരിലേക്കൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്കായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സംതൃപ്തിയോടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അർഹതയില്ലാത്തതാണ് എല്ലാം വാരിക്കോരി തന്നത്. കൊള്ളാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നോട് ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ചെയ്തോ? ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ഈ കാലഘട്ടം അതിനുവേണ്ടി ഉപയോഗിച്ചോ? എൻ്റെ ഏറ്റവും വലിയ ഭയം അവിടെയാണ്. ദൈവം എനിക്ക് തന്ന കൃപ ഈ സുപ്രസാദ കാലത്തിൽ ഞാൻ തക്കത്തിൽ ഉപയോഗിച്ചോ? എൻ്റെ ജീവിതത്തിലെ ശത്രു അവകാശം പറയുന്ന ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അതിനോട് യാത്ര പറഞ്ഞ് എനിക്ക് അസാധ്യമായ കാര്യമാണെന്ന് മനസ്സിലാക്കി ദൈവസേനയിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ എനിക്കിത് പ്രാപിച്ചേ പറ്റുള്ളൂ, ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല, എനിക്കിത് നേടിയെടുക്കണം, എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കണം, എൻ്റെ ജീവിതത്തിൽ ശത്രു അവകാശം പറയുന്ന ഒരു കാര്യവും എന്നെ മരണക്കിടക്കിൽ വരാൻ പാടില്ല. അതെന്നെ ഏറെ ചിന്തിപ്പിച്ചു, ആഴത്തിലേക്ക് പോകാൻ എന്നെ ഏറെ ഉപകരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഗലാത്യർ 2:20 അപ്പോസ്തലൻ പറയുന്നുണ്ട്, എൻ്റെ കൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല എന്ന്. എന്നാൽ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അന്നത്തെ പരീശന്മാർ ഈ കൃപ വ്യർത്ഥമാക്കി കളഞ്ഞു. അതിൻ്റെ ആഴത്തിലേക്കൊന്നും ഞാൻ കയറാൻ പോകുന്നില്ല. അനേകർ വന്ന് സ്നാപകൻ്റെ അടുത്ത് വന്ന് പാപക്ഷമ പ്രാപിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ ആ പരീശന്മാരെല്ലാം മാറി നിന്നു, അവനിൽ നിന്ന് മാറി നിന്നു. അവിടെ വചനം പറയുന്നത് അങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഈ കൃപ അവർ വ്യർത്ഥമാക്കി കളഞ്ഞു. ദൈവത്തിൻ്റെ കാര്യപരിപാടിയായിരുന്നു. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ജനത്തെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയാണ് സ്നാപകനെ അയച്ചത്. ആ സ്നാപകൻ്റെ ശുശ്രൂഷകൾ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാതെ, ഭൗതികമായ യാതൊരു ലക്ഷ്യമില്ലാതെ ദൈവഹിതപ്രകാരം സ്നാപകൻ അവരെ സ്നാനം കഴിപ്പിച്ച് മാനസാന്തരത്തിലേക്ക് വഴി നടത്തി വരാൻ പോകുന്ന ക്രിസ്തുവിന് വേണ്ടി ജനത്തെ ഒരുക്കുമ്പോൾ പരീശന്മാർ മാറി നിന്നു, അവരതിനോട് സ്വീകരിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസേനയെ നമ്മൾ എങ്ങനെ കണക്ക് പറയും? ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് ചേരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ദൈവസേനയിൽ എന്ത് ഉത്തരം പറയും? പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന് മുമ്പിലാണ് നാം ഓരോരുത്തരും നിൽക്കേണ്ടത്. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിനെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ഭയമുണ്ടോ? ഭയമുണ്ടോ? വാസ്തവത്തിൽ പറ, ഞാനൊരു വലിയ ന്യായവിധിയെ നേരിടാൻ പോവുകയാണ്. എന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഉള്ളതുപോലെ കാണുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും ഭയമുണ്ടോ? എല്ലാവരും വളരെ സമാധാനമായിട്ട് സന്തോഷമായിട്ട്, പ്രശ്നങ്ങളില്ലെന്നല്ല, കടബാധകൾ കാണും, രോഗങ്ങൾ കാണും, പ്രശ്നങ്ങളൊക്കെ കാണും, എങ്കിലും ഒരു സമാധാനം എല്ലാവരിലും വ്യാപരിക്കുന്നുണ്ട്. ഈ സമാധാനം ദൈവം തരുന്നതാണോ പിശാച് തരുന്നതാണോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞാൻ എപ്പോഴും ഓർക്കാൻ, ധനവനായ മനുഷ്യൻ, ലാസറിൻ്റെയും ധനവാൻ്റെയും സംഭവകഥയിൽ ആ ധനവാൻ എന്തെങ്കിലും സങ്കടം ഉണ്ടായിരുന്നു? ദിനം പ്രതി സുഖിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ എന്തെങ്കിലും അവൻ്റെ തെറ്റിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടോ? എല്ലാം ദൈവം തന്ന അനുഗ്രഹം അവൻ ചിന്തിക്കുന്നത് തെറ്റുണ്ടോ? ഉണ്ട്. ഈ അനുഗ്രഹങ്ങൾ ആര് തന്നു എന്നുള്ളതാണ് വിഷയം. പിശാചിനും തരാൻ പറ്റും, ഭൗതിക നന്മകളും സുഖങ്ങളും എല്ലാം അവന് തരാൻ പറ്റും. അത് ദൈവം തന്നതാണെന്നുള്ളൊരു ചിന്താകുഴപ്പത്തിലാണ് മനുഷ്യൻ പോകുന്നത്. എങ്ങനെ തിരിച്ചറിയാം? എൻ്റെ ജീവിതത്തിൽ പാവമുണ്ടോ നോക്കിയാൽ മതി. ദുഷ്ടൻ അവകാശം പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭൗതികമായി എന്ത് നന്മകൾ വന്നാലും അത് ദൈവത്തിൻ്റെതല്ല. ദൈവത്തിന് ഇതിനകത്ത് ഹൃദയത്തിൽ വസിക്കാൻ ഞാൻ ഇടം കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് നന്മകൾ തരുമ്പോഴും അതിൽ കൂടെ ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ നന്മകളിൽ കൂടെ ദൈവത്തോട് നന്ദിയും കടപ്പാടും സമർപ്പണവും നമുക്ക് കൂടുകയാണോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ നല്ല കാലം, ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുന്ന കാലം, സൗജന്യമായി ദൈവസ്നേഹം വ്യാപരിക്കുന്ന ഈ നല്ല കാലം, ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മളെ നയിക്കുന്ന നല്ല കാലം, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ഒരു നല്ല കാലം, അതെ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയുള്ള നല്ല കാലം, ആരുടെയും പാപത്തെ ഗൗരവമായി കണക്കിടാത്ത കാലം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശു രണ്ടാമത് വരുന്നവരെ ഇതിങ്ങനെ നിലനിൽക്കും. എന്ന് യേശു വരുമെന്ന് നമുക്കാർക്കും അറിയാൻ പാടില്ല. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പുണരാൻ നമുക്ക് സൗന്ദര്യം തന്നിരിക്കുന്ന ഈ വലിയ സത്യം.
അവൻ എൻ്റെ പാപം ചുമന്നു. അവൻ എനിക്ക് നന്മ ലഭിക്കാൻ വേണ്ടി, അവൻ എന്നെ നീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട ഏൽക്കേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തു. ഈ സുപ്രസാദ കാലത്ത് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം, അവൻ നമ്മുടെ പാപം ചുമന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ ചുമന്നു. അവൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിലെ ഇടിവിൽ നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് പറയുന്നു, ഈ മകൻ്റെ പാപം കണക്കിടല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ മധ്യസ്ഥ ചെയ്യാൻ ഒരാൾ എനിക്കുണ്ടെന്നുള്ള ബോധം എത്ര പേർക്കുണ്ട്? എന്നെ സഹായിക്കുന്ന ഒരു ദൈവം, എന്നെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കാൻ ഈ ആവലോടെ നിൽക്കുന്ന ഒരു യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യണമെന്നുള്ള കാര്യം എത്ര പേര് ചിന്തിക്കുന്നു? ഇതാ ഈ സുപ്രസാദ കാലം എന്ന് പറയുന്നത്. എൻ്റെ പാപമല്ല പ്രശ്നം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മനുഷ്യൻ്റെ പാപമല്ല അവൻ്റെ പ്രശ്നം. അവൻ പാപം ചെയ്യുന്നുണ്ട്, അവൻ പിശാചിന് ഇടം കൊടുക്കുന്നുണ്ട്, പിശാച് അവനിൽ വാഴുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ആ പാപത്തിന് ദൈവം പരിഹാരം ഉണ്ടാക്കി പുത്രനിൽ കൂടെ പരിഹാരമുണ്ടാക്കിയ പാപം ഞാൻ അനുഭവിക്കുന്നില്ലെന്നുള്ള സത്യമായിരിക്കാം. ഞാനത് വേണ്ട രീതിയിൽ ആ പാപത്തിന് മേലുള്ള ജയം ലഭിക്കുന്നില്ലായിരിക്കാം. അതെൻ്റെ അവിശ്വാസം കൊണ്ടും എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് കിട്ടുന്ന കാര്യമല്ല. അത് പുത്രൻ തമ്പുരാൻ എനിക്ക് വേണ്ടി തുറന്നു തന്നാലേ ഉള്ളൂ. യേശു വ്യക്തമായിട്ട് പറഞ്ഞു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. എൻ്റെ ക്രൂശൻ ചുവട്ടിൽ വന്ന് എൻ്റെ രക്തം വീഴാതെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം കിട്ടുകയില്ല. നിങ്ങളുടെ പാപത്തിന് പരിഹാരം കിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റുകയില്ല. ആ അതിപരിശുദ്ധമായ സ്ഥലത്ത് എത്തണമെങ്കിൽ എൻ്റെ രക്തം നിങ്ങളുടെ മേൽ തളിച്ചേ പറ്റുള്ളൂ. എൻ്റെ ആത്മാവ് നിങ്ങളെ ക്രിയ ചെയ്തേ പറ്റുകയുള്ളൂ. എൻ്റെ ആത്മാവ് നിങ്ങളെ കഴുകി വെടിപ്പാക്കിയേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, എത്ര പേർക്ക് എൻ്റെ ഗൗരവം ഇതാണ് സുപ്രസാദ കാലം എന്ന് പറയുന്നത്. ദൈവസ്നേഹം മാടി വിളിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എനിക്ക് വേണ്ടി ഒരാൾ പെടഞ്ഞു മരിച്ചു, എനിക്ക് എന്നെ കാത്തൊരാൾ ക്രൂശിൻ ചൂട്ടിയിരിക്കുന്നു, എന്നെ പാപം കഴുകാൻ രക്തം ഗുണകരമായി സംസാരിക്കുന്നു, എന്നെ മേൽ ആത്മാവ് വ്യാപരിക്കാൻ ഇതാ ആവലോടെ ചിറകടിച്ച് നിൽക്കുന്നു, എന്നെ കഴിവെടിപ്പായി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്ക കന്യയാക്കി നിർത്താൻ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന സ്വർഗത്തിൻ്റെ കാര്യപരിപാടി അനേകർ കാണുന്നില്ല. ഇത് ദേവാലയത്തിൽ പോക്കുകൊണ്ടോ കൂട്ടായ്മ കൂടിയത് കൊണ്ടോ വേല ചെയ്തുകൊണ്ടോ ഒന്നും ഒരിക്കലും മാറുകയില്ല. ഇതനുഭവിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇതാണ് സുപ്രസാദ കാലമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ദൈവം സൗജന്യമായി മനുഷ്യനായിരുന്ന ഒരു നല്ല കാലം. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാൻ വൃഥാവാക്കി കളയില്ല. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. എന്തെല്ലാം വിടേണ്ടി വന്നാലും, എന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും, എത്രമാത്രം ആൾക്കാർ തേച്ചാലും, ആരെല്ലാം വെറുത്താലും എൻ്റെ പ്രിൻസിപ്പിളിൽ ഞാൻ ഉറച്ചു നിൽക്കും. എനിക്കൊരു രക്ഷകനുണ്ട്, എന്നെ സ്നേഹിച്ച ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി ഇതാ ഇടിവിൽ നിൽക്കുന്ന ഒരു നല്ല യേശുവുണ്ട്, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയ ഒരു യേശുവുണ്ട്. എനിക്കവനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്കവൻ്റെ വചനം അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുകയില്ല. ഈ സുപ്രസാദ കാലത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ഒക്കെയെന്ന് വർദ്ധിച്ച് സമാധാനത്തോടെ കടന്നു പോകണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സുപ്രസാദ കാലം എന്നുള്ളത് ഇതാണ്, ഈ ഒരു നല്ല കാലം. എത്ര പേരത് തക്കത്തിൽ ഉപയോഗിക്കുന്നു എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഇവിടെ രണ്ടാമത് പറയുന്ന ഒരു രക്ഷാ ദിവസത്തെക്കുറിച്ച് പറയുന്നു. 118 സങ്കീർത്തനത്തിൻ്റെ 24 വാക്യം, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, നാം ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യം, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഈ ഒരൊറ്റ ദിവസത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതെന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ദൈവം സന്ദർശിക്കുന്ന സമയം അത് ദീർഘകാലമല്ല, ഒരു പർട്ടിക്കുലർ സമയമാണ്. ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവനിൽ വ്യാപരിക്കുന്ന ഒരു വലിയ ശക്തി. അതാണ് പറയുന്നത്, യഹോവയുണ്ടാക്കിയ ദിവസം നാം ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കുക. യെശയ്യാ പ്രവചനം 55 അധ്യായത്തിൻ്റെ 6 വാക്യം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അതൊരു സമയത്തെക്കുറിച്ചാണ് പറയുന്നത്, ഒരു ചുരുങ്ങിയ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹോവയെ കണ്ടെത്താവുന്ന കാലമെന്നല്ല ഇവിടെ പറയുന്നത്, യഹോവയെ കണ്ടെത്താവുന്ന ഒരു സമയം. നമുക്കറിയാം, നമ്മൾ വചനം സൂക്ഷിച്ചിരിക്കുന്ന കാലം ഒരു ചുരുങ്ങിയ സമയമാണ്. എല്ലാവരും പ്രസംഗിക്കുന്നത് നമ്മളെ തുടർന്നില്ല. ചില വചനം നമ്മളെ തൊടും, നമ്മുടെ ഹൃദയത്തിൽ അത് മുറിവേക്കും, നമ്മുടെ ആത്മകണ്ണ് തുറക്കും, നമ്മൾ രക്ഷകനെ കാണാൻ തുടങ്ങും, നാം പാപിയാണെന്നുള്ള ബോധം നമുക്ക് കിട്ടും. നാം ഓടി ക്രൂശൻ ചൂട്ടിലേക്ക് ചെല്ലും, പാപത്തിൻ്റെ ഭണ്ഡാരം മുഴുവൻ അവിടെ ഇറക്കി വെക്കും. ആ രക്തത്തളിപ്പ് നമുക്ക് ലഭിക്കും, നമ്മുടെ മുഖം ഉയരും, ആ മുറിവറ്റ കരം നമ്മുടെ തലമേൽ വരും, നമ്മൾ ആൾ മാറും.
ഇതൊരു സമയത്ത് നടക്കുന്ന ഒരു കാര്യം. അതാണ് സുപ്രസാദ രക്ഷാ ദിവസം എന്ന് പറയുന്നത്. ഞാൻ രക്ഷപ്പെടുന്ന സമയം, പിശാചിൻ്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയം, പിശാചിനെ എന്നേക്കുമായി യാത്ര പറഞ്ഞ് യേശുവിലേക്ക് നോക്കുന്ന ഒരു നല്ല കാലം, യേശു എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് ബോധ്യം കിട്ടുന്നൊരു കാലം, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ഉടയവനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവനാണ്, എൻ്റെ പാപം കണക്കിടാത്തവനാണ്, അവൻ്റെ രക്തം എൻ്റെ മേൽ തളിച്ച് എൻ്റെ കരം പിടിക്കാൻ ആവലോട് നിൽക്കുന്നവനാണെന്നുള്ള ബോധ്യം കിട്ടുന്ന ഒരു സമയം, അതാ രക്ഷാസമയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെ പറയുന്നു യഹോവയെ കണ്ടെത്താവുന്ന ഒരു കാലമുണ്ട്, അപ്പോഴന്വേഷിക്കണം. യഹോവയെ എല്ലാ സമയത്തും നമുക്ക് കിട്ടില്ല. നമുക്ക് ദൈവസേനയിലേക്ക് എപ്പോഴും ചെല്ലാൻ പറ്റില്ല. കാര്യം വേദപുസ്തക വചനം തന്നെ പറയുന്നുണ്ട്, ഞാൻ അവർക്ക് കൃപ കൊടുക്കും, അവരെന്നെ അന്വേഷിക്കും. ദൈവം അടിപ്പിച്ചിട്ടല്ലാതെ ആർക്കടുക്കാൻ പറ്റൂ? എൻ്റെ ഇതാണ് ഈ കൃപയെന്ന് പറയുന്നത്. ദൈവം മനുഷ്യൻ്റെ അടുത്തേക്ക് വരുന്ന സമയം, മനുഷ്യൻ ദൈവസേനയിലേക്ക് ചെല്ലുമ്പോൾ അവൻ രക്ഷ കിട്ടുന്നു. പ്രിയപ്പെട്ടവർ, എപ്പോഴും അത് നടക്കില്ല. ഒരു പർട്ടിക്കുലർ സമയമാണ് പറഞ്ഞത്. ഓരോ മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് ഒരു പർട്ടിക്കുലർ സമയമുണ്ട്. നമുക്കറിയാം, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനെ ദൈവത്തിന് ആ സമയത്ത് പിടിച്ചു. അതുവരെ എങ്ങനെ നടന്നു എന്നുള്ളതല്ല വിഷയം. ആ നടു റോഡിൽ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി, മനസ്സാന്തരത്തിൻ്റെ കൃപ ഇറങ്ങി, അവനെ തട്ടി തകർത്തു. അവൻ്റെ ജ്ഞാനങ്ങളും അവൻ്റെ അറിവുകളും അവൻ്റെ വീര്യങ്ങളും നിശ്വസിക്കുന്ന സ്വഭാവങ്ങളെല്ലാം ആ നടു റോഡിൽ താഴെ വീണു. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര ശൂരനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യം ഇരിക്കുന്നത്? എത്ര വിവരമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ്? എത്രമാത്രം പരാക്രമശാലിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം തന്നെ? അവൻ നിലമ്പഴെ വീണു. അവൻ്റെ സകല ക്വാളിറ്റികൾ ഇവിടെ താഴെ വീണു. കണ്ണ് കാണാത്തവനായിട്ട് അവൻ എഴുന്നേറ്റു. ഇതാണ് ദൈവം സന്ദർശിക്കുന്ന സമയം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ വചനം കേൾക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നടന്നു പോകുമ്പോഴായിരിക്കാം, ചിലപ്പോൾ കിടക്കാൻ നേരമായിരിക്കാം. എപ്പോഴാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ദൈവം താഴോട്ട് ഇറങ്ങി വന്ന് ഒരു മനുഷ്യൻ്റെ മേൽ കരം വെക്കുന്നൊരു നല്ല കാലം. ദൈവത്തിന് സ്തോത്രം. അവിടെ അവൻ്റെ പാപമൊന്നും പ്രശ്നമല്ല, അവൻ്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും പ്രശ്നമല്ല. അവനെല്ലാം മറന്ന് ഈ രക്ഷകൻ്റെ മുമ്പിലേക്ക് നെടുമ്പാട് വീഴുന്ന ഒരു നല്ല കാലം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? എത്രയും വേഗം അനുഭവിച്ചോണം. കാരണം സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലഭിക്കേണ്ട മാനസാന്തരം ഇന്നെനിക്ക് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടുമോ? ആർക്കറിയാം? ആർക്കറിയാം? ദൈവം അങ്ങനെ ദീർഘക്ഷമയോടെ ഓരോരുത്തർ, എൻ്റെ ആത്മാവ് സദാകാലവും വാദിക്കില്ലെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. ഓരോ മനുഷ്യനെയും ദൈവം സന്ധിക്കുന്ന ഒരു കാലമുണ്ട്. നമുക്കറിയാം, പഴയ കാല പുസ്തകത്തിനകത്ത് നമ്മുടെ ആദാമിൻ്റെ സന്തതിയായ കയീനും ഹാബേലും ഉണ്ടല്ലോ. കയീൻ്റെ അടുത്തേക്ക് ദൈവം ചെന്നു. ഹാബേലിൻ്റെ അടുത്ത് ഒരിക്കലും ദൈവം ചെന്നായിട്ട് പറയുന്നില്ല. ഹാബേലിനോട് സംസാരിക്കുന്നതായിട്ട് നാം അറിയുന്നില്ല. ഹാബേൽ ദൈവത്തോട് സംസാരിക്കുന്നൊന്നും അവിടെ ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഒരു വലിയ കൊലപാതകയാകാനുള്ള സാധ്യതയുള്ളവൻ്റെ അടുത്തേക്ക് ദൈവം ചെല്ലുന്നു. ആത്മീയമായി തകർന്നു പോകുന്നതിൻ്റെ അടുത്തേക്ക് ദൈവം ചെല്ലുകയാണ്. അവൻ്റെ അടുത്ത് എന്നതിനോട് വാദിക്കുകയാണ്. നോക്കൂ, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, നിനക്ക് അധികം തിന്മ വരാതിരിക്കാൻ നീ പാപത്തെ ജയിച്ചേ പറ്റുള്ളൂ. അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, അവൻ്റെ ആത്മാവിൽ അവന് കാണാൻ പറ്റുന്നില്ല. അവൻ്റെ ഹൃദയത്തിലുള്ള വാശിയും വൈരാഗ്യവും ദേഷ്യവും കോപവും എല്ലാം ദൈവം കണ്ടിട്ട് വളരെ സൗമ്യനായിട്ട് എന്ന് അവനോട് സംസാരിക്കുകയാണ്, ചെറുപ്പക്കാരനോട് സംസാരിക്കുകയാണ്. നോക്കൂ, ആദ്യം നിനക്ക് തിന്മയായിട്ട് വരാൻ പോവുകയാണ്. പാപം നിന്റെ വാതുക്കൽ കിടക്കുകയാണ്, അത് നിന്നെ കീഴടക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നീ അതിനെ ജയിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ നീ എന്നിൽ ആശ്രയിച്ചുകൊണ്ട് അതിനുള്ള ബലം നീ പ്രാപിച്ചു കൊള്ളണം. നിന്റെ ഉള്ളിൽ നിന്നും ഈ ദേഷ്യവും അസൂയയും വാശിയും വൈരാഗ്യവും നീ മാറ്റിയില്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ കൊലപാതകനായി നിത്യ നരകാഗ്നിയിലേക്ക് നീ പോകേണ്ട ഗതികേട് വരും. അവനെ സംബന്ധിച്ച് രക്ഷപ്പെടാൻ ദൈവം അവസാനം കൊടുത്തൊരു സമയമായിരുന്നു. അത് നഷ്ടമാക്കി കളഞ്ഞു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ യൗവനകാലത്ത് ദൈവം സന്ദർശിച്ച സമയത്ത് എനിക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ ഒരു മഹാഭാഗ്യം ലഭിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഈ സത്യം നിങ്ങളും മനസ്സിലാക്കണം. നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു കാലമുണ്ട്. ഇതുവരെയും നിങ്ങൾ പാഴാക്കി കളഞ്ഞെങ്കിലും സാരമില്ല. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇന്നും ആ കരം താഴോട്ട് ഇറങ്ങി വരും. നിങ്ങൾക്കൊരു മാനസാന്തരത്തിന് സാധ്യതയുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കും. എന്താ പറയാൻ? ദൈവം ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് വരുന്നോ? അശുദ്ധനായ മനുഷ്യൻ്റെ അടുത്തേക്ക് ദൈവം വരുമോ? അതാണ് 40 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ആഴക്കുഴിയിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ
ആ പരിശുദ്ധമായ കരമെന്ന് അവനെ ആഴക്കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത പാറമേ കൊണ്ട് നിർത്തി. ദൈവം വന്നതല്ലേ? യോഗ്യത ഉണ്ടായിരുന്നോ? പാവമല്ലോ മാറിയായിരുന്നോ? ഇല്ല. അവൻ ആകെ ചെയ്തത് നിലവിളിച്ചു. എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നെ രക്ഷിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിളിക്ക് മാത്രമേ അവൻ സാധിച്ചുള്ളൂ. അവൻ ചെയ്തു പോയ പാപത്തിൻ്റെ ആഴം അവൻ മനസ്സിലാക്കി. അവന് കുറ്റബോധം കിട്ടി. എന്തു ചെയ്യും? കുറ്റബോധം കിട്ടിയിട്ടുണ്ട്, ആഴക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പരിശുദ്ധകരം താഴേക്ക് ഇറങ്ങി വന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അങ്ങൊരു അനുഭവം ഉണ്ടോ? ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അപ്ലിഫ്റ്റ് ചെയ്തൊരു സമയം, ആരോ ഒരാളിനെ പൊക്കിയെടുത്തൊരു നല്ല സമയം, ഒരു സ്നേഹം വ്യാപരിച്ചൊരു കാലം, ഒരു ക്ഷമ വ്യാപരിച്ചൊരു കാലം, ഒരു സമാധാനം ഇറങ്ങി വന്നൊരു കാലം, ഈ ഭൗതികമായ എല്ലാം മറക്കുന്ന ഒരു നല്ല കാലം, ആത്മാവിൽ പറക്കുന്ന ഒരു കാലം, നാവ് സ്തുതിക്കുന്ന ഒരു കാലം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിത് അനുഭവിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് നല്ല കൂട്ടായ്മയിൽ കഴിഞ്ഞിട്ട് ഇത് അനുഭവിച്ചത് നിലനിർത്തുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴികളെയും നീതിയേട്ടൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. ദൈവവചനത്തിൽ കൂടെ ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ ദൈവം അധ്വാനിക്കുന്ന അധ്വാനാണ്. എൻ്റെ പ്രിയപ്പെട്ടത്, എന്തിനാണ് ഈ കൃപ വ്യാപരിക്കുന്നത്? ഈ കൃപ വ്യാപരിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം നീ അനുഭവിക്കണം. ഒരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ പാപം ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ട് ഈ ഭൂമി നിൽക്കുക. സകല ഭാരങ്ങളും, മുറുകെ പറ്റുന്ന ഭാഗങ്ങളെല്ലാം വിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു നല്ല കാലം. ജീവിതത്തിൽ പാപം മാറി എൻ്റെ ആശ്വാസം. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് രുചിച്ചറിയാൻ പറ്റിയ ഒരു കാലം. പാപം വീണ്ടും ജീവിതത്തിൽ വരാതെ തന്നെത്താൻ സൂക്ഷിക്കാൻ കൃപ തരുന്നൊരു നല്ല ദൈവം. ഈ നല്ല ദൈവത്തെ അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് എനിക്ക് കൃപ ദൈവം തരുന്നത്. ഈ സുപ്രസാദ കാലവും ഈ രക്ഷാ ദിവസവും എല്ലാം തന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഒരു വേലയും ചെയ്തില്ലേലും നിന്റെ നിൽപ്പിലാണ് ആത്മാവ് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നല്ല കാലത്ത് നല്ലവനെ കണ്ടെത്തുക. ദൈവത്തിന് സ്തോത്രം.